ഹലോ അസ്സാം വലൈക്കും. ഇന്നൊരു വേറൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഉഴുന്ന് പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഉഴുന്ന് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല വെള്ളത്തിൽ കുതിർത്തി വെക്കാം. കുറച്ച് സമയത്തേക്ക് കുതിർത്തി വെക്കാം. ഒരു 3-4 മണിക്കൂറാണ് അത് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഗ്രൈൻഡറിൽ കുറച്ച് ഇട്ടിട്ട് ചെറുങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് അരക്കാൻ മാത്രമില്ല, ഞാൻ ടോട്ടൽ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല തിക്കായിട്ട് അരച്ച് കൊണ്ടേക്കാം. എന്നിട്ട് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും ഉപ്പും കൂടിയിട്ട് മിക്സാക്കി കൊടുക്കാം. 5 മിനിറ്റിനേക്ക് ഞാൻ നല്ലോണം ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മിക്സ്ചർ ബീറ്റ് ചെയ്യുന്നത് വെച്ചാൽ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നല്ല അടിപൊളി ഫ്ലഫി ആയിട്ട് കേക്ക് ബാറ്റർ പോലെ തന്നെ ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റിനേക്കെങ്കിലും ഇതിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം. ഇത് കട്ടിക്കാന്ന് ഇത് അരക്കുന്നത് കേട്ടോ. അത് വെള്ളം കൂടിയാൽ പിന്നെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു കൈപ്പിടി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ പച്ചവെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പം അതിങ്ങനെ പൊങ്ങി നിൽക്കും. അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. കണ്ട, ഇതിങ്ങനെ പൊങ്ങി വന്നിട്ട് ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ട് നിൽക്കും വെള്ളത്തിൽ. അപ്പോൾ നമ്മളിത് ചുട്ടെടുക്കുന്ന ടൈമിന് ഇങ്ങനെ പൊന്തി വന്നിട്ട് ഇങ്ങനെ നിൽക്കും. അതാണ് ഇതിൻ്റെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇതിൻ്റെ കൺസിസ്റ്റൻസി അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ബാറ്റർ ഇങ്ങനെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉഴുന്ന് വടയൊക്കെ ചുടുന്നത് പോലെ അതേപോലെ തന്നെ, പക്ഷെ നമ്മൾ 3 മണിക്കൂർ മാത്രമേ നമ്മൾ ഉഴുന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ. ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ആ കളറ് മാറുമ്പോൾ ഈ ഒരു കളറ് മാറി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മളിത് എടുത്തിട്ട് നമ്മളെ സ്നാക്സിന് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഉഴുന്നുവട ഇങ്ങനെ ചുടുന്നത് ബോൾസ് ആയിട്ട് ഇത് ചുട്ടെടുത്തിട്ട് നമ്മൾ ബാറ്ററി കംപ്ലീറ്റ് ആകുന്നവരെ ഇത് ചുട്ടെടുക്കുക. അപ്പോൾ ഈ കളർ ആകുന്നവരെയാണ് നമ്മളിത് റെഡിയാക്കി. ഇത് റെഡിയാകുന്നില്ല ഒരു പാകം തിരിയുന്നത്. അപ്പോൾ എല്ലാ ബാറ്ററി തീരുന്നവരെ തന്നെ ഇതിങ്ങനെ ഇട്ട് വെക്കുക. പിന്നെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്തി വെക്കുക. ചൂടോടെ തന്നെ ഇത് കുതിർത്തി വെക്കുക. നല്ലോണം കുതിർത്താൻ നമ്മൾ ഇത് കാണുന്നത് ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം തേച്ച് ഉള്ളിൽ പോകാൻ വേണ്ടി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പം കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്തി വെക്കാം. നമ്മൾ സ്നാക്ക് റെഡിയാകാൻ വേണ്ടിയിട്ട് ആ ഒരു നല്ല ക്രഞ്ചിനെസ് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേപോലെ ഞാൻ വെള്ളം ഊറ്റിയെടുക്കുന്നുണ്ട്. വെള്ളം ഇങ്ങനെ കളഞ്ഞിട്ട് എന്നിട്ട് ആദ്യം ബൗളിലേക്ക് തന്നെ വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ ഇത് സെറ്റാക്കി വെക്കുക. ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ചില്ലി പേസ്റ്റും ടാമറിൻ പേസ്റ്റ്, ഉള്ളി, ഗ്രീൻ ചില്ലീസ്, പിന്നെ മല്ലിച്ചപ്പ് ഇതെല്ലാം കൂടിയിട്ടാണ് ഇതിലേക്ക് വെക്കുന്നത്. ഈ പേസ്റ്റൊക്കെ ഞാൻ ആക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് നോക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി ചാട്ടാണ് ഇത്. പിന്നെ ഇതിലേക്ക് ലസ്സിയാണ് ആഡ് ചെയ്യുന്നത്. അത് തൈരിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ലെയർ ചെയ്തിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് തണുപ്പിക്കാൻ വെക്കുക. ഇത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.